കാസർഗോഡ് ഒടയംചാലിലെ നാരായണന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ നിറം മാറ്റം ആശങ്കപ്പെടുത്തുന്നു. എണ്ണ കലർന്ന രീതിയിലുള്ള വെള്ളം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാസർഗോഡ് കോടോം ബേളൂർ പഞ്ചായത്തിലെ ഒടയംചാലിൽ താമസിക്കുന്ന നാരായണന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിന് നിറമാറ്റം തുടങ്ങിയത് ഡിസംബർ അവസാനത്തോടെയാണ്. 16 വർഷത്തെ പഴക്കമുണ്ട് ഈ കിണറിന്. ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവമെന്നും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും വീട്ടുകാർ പറയുന്നു. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹോട്ടലിൽ നിന്നും മലിനജലം കിണറിലെ വെള്ളത്തിൽ കലരുന്നതാവാമെന്നാണ് വീട്ടുകാർ സംശയിക്കുന്നത്. ഒരു ഓഫീസിലൂടെ തുടങ്ങിയത്, ഹോട്ടലിലൂടെ തുടങ്ങിയതിന് ശേഷമാണ് ഈ വെള്ളം ഇങ്ങനെ ആകാൻ തുടങ്ങിയത്. ഡിസംബർ കഴിഞ്ഞതിന് ശേഷമാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വേറൊരു വീട്ടിൽ നിന്നാണ് വെള്ളം എടുത്തിട്ട് കുടിക്കുന്നത്. വെള്ളം തിളക്കുമ്പോൾ ഈ ടാങ്ക് കളിക്കിട്ട് ഇത് ആക്കുന്നില്ല, അതുപോലെ ആണ് വെള്ളം. പിന്നെ നമ്മൾ കോരിയിട്ട് വെച്ചിട്ടാകുമ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു സൈസ് സാമ്പാർ പൊടി കിട്ടാൻ മാതിരി പിന്നെ ഒരു ഊറി കൂടിയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരവസ്ഥ ഒന്ന് നനക്കാനും കുളിക്കാനും ഒന്നും കഴിയാ വെള്ളത്തിൽ. എണ്ണ കലർന്ന വെള്ളം ഉപയോഗിക്കുമ്പോൾ ദേഹമാസകലം ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ടെന്നും മുഖം കഴുകിയാൽ പുകച്ചിൽ അനുഭവപ്പെടാറുണ്ടെന്നും നാരായണൻ പറയുന്നു. അറിയുമ്പോൾ തന്നെ കുടിക്കാൻ പറ്റുന്നില്ല, ഈ മണം വായിൽ വെക്കുമ്പോൾ എന്തോ ഉരുന്തെന്ന്, പിന്നെ ഈ കളറുമല്ലേ, തുണി വരെ ഇറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആദ്യ അലത്തിൻ്റെ അവർ വന്നിട്ട് നോക്കിയിട്ട് ഇതെല്ലാം പറഞ്ഞ് കുടിക്കണ്ടായിരുന്നു, കുടിക്കാൻ പാടില്ലായിരുന്നു. അതിൻ്റെ കുടിക്കലില്ല. പിന്നെ രണ്ടാമത് വന്നവർ ഓരോരോ വിഷയം പറയും. അത് അങ്ങനെ പിന്നെ വികസനം ഉണ്ടാകുമ്പോൾ ഉണ്ടാവും. സമീപ വീടുകളിലെ കിണറിൽ നിന്നും എടുക്കുന്ന വെള്ളമാണ് നിലവിൽ കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത്. കടുത്ത വേനലിൽ ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര കാലം ഇങ്ങനെ തുടരുമെന്നും ഇവർ ആശങ്കപ്പെടുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട്ടെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.